ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ബീഫായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു സൂപ്പർ ഐറ്റം, കിട്ടില്ലൻ ഐറ്റം ഞാനിവിടെ കാണിച്ചു തരാം. ബീഫ് വിന്താലു. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 സവാള, ഒരു വലുതും ഒരു ചെറുതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് അത് എടുത്തിട്ടുണ്ട്. നമുക്കിത് സവാള കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സർ ജാറിലിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. പച്ചമുളകും കൂടി ഇട്ട് നമുക്കത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടത് കുറച്ച് കടുക്, പിന്നെ നമ്മുടെ വിനാഗിരി അതും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ ബീഫ് കഴുകി അതിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഒഴിക്കരുത്, ബീഫിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി വേണ്ട, ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി വേണ്ടത്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, നമുക്കിനിയിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നൊരു ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബീഫിലേക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കർ വെക്കാം. കുക്കറിൽ വെച്ച് ഇനി വിസിലൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിന്താലു ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് 1 വിസിലൊക്കെ പോയി, അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയാലോ? നോക്കിക്കേ ഗൈസ്, സൂപ്പറായിട്ടില്ലേ? നല്ല അടിപൊളി ബീഫ് വിന്താലു ഇട്ടതേ സെറ്റായിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ ഗൈസ്? ഇനി നമുക്ക് കുറച്ച് ചോറ് ഒഴിച്ച് അതൊന്ന് കഴിച്ച് നോക്കിയാലോ? വിന്താലുവിൻ്റെ കൂടെ നമുക്ക് ചാറില്ലാതെ എന്താല്ലേ, നമുക്കിത്തിരി തേങ്ങാച്ചാറും കൂടെ ഒഴിച്ച്, കണ്ടോ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഗൈസ്. കുറച്ച് തേങ്ങാച്ചാറും കൂടെ ഒഴിച്ച് നമുക്ക് ആ ബീഫ് അതും കൂടി വെച്ച് അതിൻ്റെ അകത്ത് നമുക്കൊരു പിടി പിടിച്ചാലോ? കണ്ടോ, നമുക്കിനി ആ ചാറും ചോറും ഇച്ചിരി ഒരു ബീഫിൻ്റെ പീസും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചിക്കാരുടെ സ്പെഷ്യൽ വിന്താലുവാണ്.